കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയുമായുള്ള പൂർണ്ണമായ കൂട്ടായ്മ പുനഃസ്ഥാപിക്കുന്നതിനുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് ലയോ 14 പാപ്പ. പരാമർശം വിശുദ്ധരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയുമായുള്ള പൂർണ്ണമായ കൂട്ടായ്മ പുനഃസ്ഥാപിക്കുന്നതിനായി ലക്ഷ്യമിട്ടുള്ള സംഭാഷണത്തിനും സഹകരണത്തിനുമുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് ലിയോ 14 മാർപ്പാപ്പ. വിശുദ്ധരായ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ ഇതിനോടകം നിലനിൽക്കുന്ന ആഴമായ കൂട്ടായ്മയെക്കുറിച്ച് പാപ്പ കൂടിക്കാഴ്ചയിൽ വിചിന്തനം ചെയ്തു. അപ്പസ്തോലന്മാരായ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും തിരുനാളുകളിൽ ഇരു സഭകളിലും നിന്നുള്ള പ്രതിനിധികൾ പരസ്പരം സന്ദർശിക്കുന്നത് അപ്പസ്തോലന്മാരായ പത്രോസിനെയും അന്ത്രയോസിനെയും ഒന്നിപ്പിച്ച സാഹോദര്യബന്ധത്തിന്റെ പ്രതിഫലനമാണെന്ന് പാപ്പ പറഞ്ഞു. ആധുനിക എക്യുമെനിക്കൽ സംഭാഷണത്തിന് അടിത്തറ പാകിയ പോൾ 6 മാർപ്പാപ്പയുടെയും എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് അദീന ഗോറസിന്റെയും ധീരവും ദീർഘവീക്ഷണവുമുള്ള ശ്രമങ്ങളെ ലിയോ മാർപ്പാപ്പ കൃതജ്ഞതയോടെ അനുസ്മരിച്ചു. അവരുടെ പിൻഗാമികൾ അനുരഞ്ജനത്തിന്റെ അതേ പാതയാണ് പിന്തുടരുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങിലും തന്റെ പൊന്തിഫിക്കറ്റ് ഉദ്ഘാടനം ചെയ്ത ദിവ്യബലിയിലും എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോയുടെ സാന്നിധ്യം പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ പൂർണ്ണവും ദൃശ്യവുമായ ഐക്യത്തിന്റെ ഉത്തരവാദിത്തം തന്നോടൊപ്പം പങ്കിടുന്ന കത്തോലിക്ക സഭയിലെ സഹോദര ബിഷപ്പുമാരായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകാൻ കഴിയുന്ന ഏതൊരു നിർദ്ദേശവും താൻ തുറന്ന മനസ്സോടെ സ്വീകരിക്കുമെന്ന് ലിയോ 14 പാപ്പ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.